ആകാംക്ഷകൾക്ക് വിരാമം. +2 പരീക്ഷാഫലം പുറത്ത്. വിജയത്തിളക്കവുമായി ഇടുക്കി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സംസ്ഥാന +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% ഇത്തവണത്തെ വിജയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ 0.16% നേരിയ വർധനവ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ് ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടത്തിയത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ആകെ 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജില്ല ഇടുക്കിയാണ്. വിജയശതമാനം കുറഞ്ഞ ജില്ല കാസർഗോഡ്. താരസംഘടനയായ അമ്മയിൽ ഇപ്പോഴുണ്ടായ വിവാദത്തിൽ ഇടപെട്ട നടനും പാലക്കാട് MLA-യുമായ രമേശ് പിഷാരടി പരാതിക്കാരിയായ അൻസിബ ഹസനോടും ആരോപണ വിധേയനായ ടിനി ടോമിനോടും സംഘടനയുടെ പ്രസിഡന്റ് ശ്വേത മേനോനോടും താൻ സംസാരിച്ചിരുന്നുവെന്ന് രമേശ് പിഷാരടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആളുകൾ പറഞ്ഞു ചിരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കാതെ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മൂവരോടും ആവശ്യപ്പെട്ടുവെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ആലപ്പുഴയിൽ വയോധികയെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുതുകുളം തെക്ക് സാധുപുരത്ത് തെക്കതിൽ തങ്കമ്മയാണ് മരിച്ചത്. തനിച്ച് താമസിച്ചിരുന്ന തങ്കമ്മയെ തിങ്കളാഴ്ച മുതലാണ് കാണാതായത്. ചൊവ്വാഴ്ച പുലർച്ചെ മണൽ വാരാനിറങ്ങിയ തൊഴിലാളികളാണ് കീരിക്കാട് ജെട്ടിക്ക് സമീപം കായലിൽ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് കനകക്കുന്ന് ജെട്ടിക്ക് സമീപം അടിഞ്ഞ മൃതദേഹം പോലീസ് എത്തി കരയ്ക്ക് കയറ്റുകയായിരുന്നു. കൈയും കാലും ബന്ധിച്ചും കഴുത്തിൽ കല്ലുകെട്ടിയ നിലയിലുമായിരുന്നു വയോധികയെ കണ്ടെത്തിയത്. അവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ട നിലയിലാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പരിപൂർണമായി അഴിമതി വിമുക്തമാക്കുന്നതിനായി പ്രൊജക്ട് സീറോ പദ്ധതി ആവിഷ്കരിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എവിടെ അഴിമതി കണ്ടാലും പൊതുജനത്തിന് അറിയിക്കാൻ സംവിധാനം ഒരുക്കും. കൈമടക്ക് കൊടുക്കാതെ സർക്കാർ ഓഫീസുകളിൽ നിന്നും സേവനങ്ങൾ പാവങ്ങൾക്ക് ലഭിക്കണമെന്ന് ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പാവൂർ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസ് തീർപ്പാക്കി. പരാതിക്കാരി അടക്കം മൊഴി മാറ്റിയതിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര കോടതി കേസ് തീർപ്പാക്കിയത്. എൽദോസ് കുന്നപ്പള്ളി തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് പരാതിക്കാരി മൊഴി മാറ്റിയത്. 2022 സെപ്റ്റംബർ 28-നാണ് ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട നിവാസിയായ യുവതി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചുവെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സന്ദർശിച്ച ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരിക്കെ മുനമ്പം വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതൊക്കെ പഴയ കാര്യമാണെന്നും ഇപ്പോൾ ചോദിക്കേണ്ടതില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വഖഫ് ഭൂമിയാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് പരിശോധിക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ +2 ഫലപ്രഖ്യാപനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് നാക്കുപിഴ. 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടിയെന്നതിന് 2,09,398 പേർ എന്നാണ് മന്ത്രി പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിലുടനീളം മന്ത്രിക്ക് പല അക്കങ്ങളും വസ്തുതകളും തെറ്റുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ എന്നതിനു പകരം കുറവെന്നാണ് പല സ്ഥലത്തും അദ്ദേഹം പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഫലപ്രഖ്യാപനത്തിൽ തന്നെ നിരവധി തെറ്റുകൾ വരുത്തിയതിനെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. എഴുതിക്കൊടുത്തത് നോക്കി വായിക്കാൻ പോലും അറിയാതെയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് പലരും കുറിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം എത്താൻ വൈകുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ച തീയതി കഴിഞ്ഞിട്ടും മഴ ലഭിക്കാത്തത് കേരളത്തിൽ ആശങ്കയുയർത്തുന്നു. സാധാരണയായി ജൂൺ മാസത്തിന്റെ തുടക്കത്തിലോ അതിന് തൊട്ടു മുൻപോ എത്താറുള്ള കാലവർഷം ഇത്തവണ കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കാർഷിക മേഖലയ്ക്കും പൊതുജനങ്ങൾക്കും തിരിച്ചടിയാവുകയാണ്.
സൗദിയിലെ ജയിലിൽ ഏറെക്കാലമായി തടവിലായിരുന്ന അബ്ദുൾ റഹീം മോചിതനായി മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായാൽ നാട്ടിലേക്ക് മടങ്ങാം. 20 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു റഹീം. സൗദി പൗരന്റെ 15 വയസ്സുകാരനായ മകൻ മരിച്ച സംഭവത്തിലാണ് റഹീമിന് ശിക്ഷ ലഭിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ഇടപെടലുകൾക്കൊടുവിൽ മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് സൗദി ബാലന്റെ കുടുംബം റിയാദ് ക്രിമിനൽ കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി ഉത്തരവുണ്ടായത്. 34.35 കോടി രൂപ ദയാധനം സ്വീകരിച്ചാണ് സൗദി കുടുംബം മാപ്പ് നൽകിയത്. ജനകീയ ക്യാമ്പയിനിലൂടെയാണ് ധനസമാഹരണം നടത്തിയത്. ബെൽജിയത്തിൽ ട്രെയിനും സ്കൂൾ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ ബഗ്ഗൻഹൌട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ബസ്സാണ് ട്രെയിനുമായി കൂട്ടിയിടിച്ചത്. ബസ്സിൽ 7 വിദ്യാർത്ഥികൾ, ഒരു സൂപ്പർവൈസർ, ഡ്രൈവർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.